നമസ്കാരം, ഒരു സാധാരണക്കാരൻ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്വാഗതം. വാട്സാപ്പിലെ പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം കാലമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ്. പേഴ്സണലി കുറേ കാലങ്ങളായിട്ട് ഞാൻ ഈ ഒരു അപ്ഡേറ്റ് വന്നിരുന്നെങ്കിലെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ 2 ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണ്. പ്രൈമറി ഫോണും അതുപോലെ തന്നെ സെക്കൻഡറി ഫോണും. ആൻഡ് പലപ്പോഴും എൻ്റെ പ്രൈമറി ഫോൺ എനിക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാറില്ല. ഫോർ സം റീസൺ, ഇപ്പോൾ ചാർജ് ഇല്ലാണ്ടാവാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ പ്രാക്ടീസിന് പോകുന്ന സമയത്ത് എനിക്ക് 2 ഫോൺ കൊണ്ടുപോകാൻ പറ്റാറില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, ഓക്കെ എൻ്റെ സെയിം നമ്പറിലുള്ള വാട്സാപ്പ് എൻ്റെ സെക്കൻഡറി ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ. ബട്ട് കുറേ കാലമായിട്ട് അത് അവൈലബിൾ ആയിരുന്നില്ല. മൾട്ടി ഡിവൈസ് ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നു, പക്ഷേ അത് നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. വാട്സാപ്പ് വെബ് യൂസ് ചെയ്യാം എന്നല്ലാതെ ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് ഈ സെയിം നമ്പർ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഇതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫൈനലി ഇറ്റ്സ് ഹിയർ. ഇറ്റ്സ് എ ഹ്യൂജ് അപ്ഡേറ്റ്. ലൈക്ക് സെക്കൻഡറി ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ 2 ഫോൺ, ഇപ്പോൾ പ്രൈമറി അല്ലാതെ 2 പ്രൈമറി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈവൻ ഫോർ ദം അത് വളരെയധികം യൂസ്ഫുള്ളാണ്. സോ നമുക്ക് അതെങ്ങനെ ഉണ്ട് എന്നും അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. സോ നമുക്ക് നമ്മുടെ പ്രൈമറി ഫോണും സെക്കൻഡറി ഫോണും നമ്മൾ ലിങ്ക് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ പ്രൈമറി ഫോണിൽ നമ്മുടെ പ്രൈമറി വാട്സാപ്പ് നമ്പർ അത് സൈൻ ഇൻ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെപ്സ് വളരെ ഈസിയാണ്. ആദ്യം നമ്മുടെ സെക്കൻഡറി ഫോണിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പുതിയ വാട്സാപ്പ് അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വെൽക്കം സ്ക്രീനിലേക്ക് എത്താം. അവിടെ നമ്മൾ കാണുന്ന എഗ്രി ആൻഡ് കണ്ടിന്യൂവിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ അടിക്കാനുള്ള ആ ഒരു സ്ക്രീനിലേക്ക് എത്തും. പക്ഷേ നമ്മൾ അവിടെ നമ്പർ ടൈപ്പ് ചെയ്യരുത്, അതിന് പകരം മെനുവിലേക്ക് പോകാം. മെനുവിൽ പോയതിന് ശേഷം ലിങ്ക് ടു എക്സിസ്റ്റിംഗ് അക്കൗണ്ടിലേക്ക് നമുക്ക് പ്രസ് ചെയ്യാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു QR കോഡ് കാണാം. വൺസ് QR കോഡ് കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. നമുക്ക് നമ്മുടെ പ്രൈമറി ഫോണിലെ വാട്സാപ്പിലേക്ക് പോകാം. അവിടെ സെറ്റിങ്സ് പേജിൽ നമുക്ക് ലിങ്ക് ഡിവൈസസ് കാണും. ആ ലിസ്റ്റിൽ നമുക്ക് നമ്മുടെ ഫോൺ, നമ്മുടെ വാട്സാപ്പ് ഏതൊക്കെ ഫോണിനായിട്ടാണോ അല്ലെങ്കിൽ ഡിവൈസസിനായിട്ടാണോ കണക്റ്റ് ആയിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് കാണാം. ഇതിൽ പുതിയൊരു ഫോണിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് ഡിവൈസ് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു QR കോഡ് സ്കാനർ കാണാം. അത് വെച്ചിട്ട് നമ്മുടെ സെക്കൻഡറി ഫോണിലെ QR കോഡ് നമുക്ക് സ്കാൻ ചെയ്യാം. വൺസ് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഫോണും, സെക്കൻഡറി ഫോണും അതുപോലെ തന്നെ പ്രൈമറി ഫോണും വാട്സാപ്പിനായിട്ട് കണക്റ്റ് ആവും. ഒരേ നമ്പറിൽ തന്നെ കണക്റ്റ് ആവും. വാട്സാപ്പ് വെബിൻ്റെ കൺവീനിയൻസ് ഇപ്പോൾ നമുക്ക് ഫോണുകളിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഫോണുകളെല്ലാം ഇൻഡിവിജ്വലി ആണ് വാട്സാപ്പിനായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈമറി ഫോൺ അപ് ടു 14 ഡേയ്സ്, ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ച പ്രകാരം അപ് ടു 14 ഡേയ്സ് വരെ നമ്മുടെ പ്രൈമറി ഡിവൈസ് വാട്സാപ്പിനോട് കണക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് ആ ഫോണുകളും അതുപോലെ തന്നെ ഡിവൈസസും യൂസ് ചെയ്യാം. ആൻഡ് ആഫ്റ്റർ 14 ഡേയ്സ് നമ്മുടെ പ്രൈമറി ഡിവൈസ് കണക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ എല്ലാ കമ്പാനിയൻ ഡിവൈസസും ഡിസ്കണക്റ്റ് ആവും. ബട്ട് 14 days is a huge time period for whatever scenario you use this for. ഇപ്പോൾ ഏതെങ്കിലും റീസണിൽ നിങ്ങളുടെ ഫോൺ റിപ്പയർ ചെയ്യാൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതൊരു സിനാരിയോയിലായാലും 14 days നമുക്ക് കമ്പാനിയൻ ഡിവൈസുകൾ യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. ആൻഡ് ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് യൂസ്ഫുൾ ഫോർ യു. ഏത് സിനാരിയോസിലാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വാട്സാപ്പിൻ്റെ ഫീച്ചർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാമെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് സാധാരണക്കാരൻ സൈനിങ് ഓഫ്.